മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വഴിപ്പെടുന്ന നേതാവ് അതൊരു സാധാരണ മനുഷ്യനല്ല. ആ ഹബീബിനെ വഴിപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ? ആർക്ക് വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി ഈ ലോകത്ത് ജീവിച്ചതെന്നറിയുമോ? എന്റെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം. എന്താണ് അവിടെ നിന്ന് പറയുന്നതെന്നറിയുമോ എന്റെ മുഅ്മിനീങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ 2 ദിവസം മുമ്പ് അവിടുന്ന് പൊട്ടി കരയുകയാണ്. അവിടുന്ന് വല്ലാതെ പൊട്ടിക്കരയുന്ന സന്ദർഭത്തില് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ നബിയേ, അങ്ങെന്തിനാണ് നബിയെ കരയുന്നത്? അങ്ങെന്തിനാണ് പൊട്ടി കരയുന്നത് നബിയെ എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലവജത്തു അന്നീ ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിൽ എത്രയോ ഭാഗ്യമായിരുന്നു. എനിക്ക് എന്റെ സഹോദരന്മാരൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അവരെനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമത്തിലോടുകൂടെ കരയുമ്പോൾ സഹാബത്ത് പറയുകയാണ്, അല്ലയോ നബിയേ, അവിടെ എന്തിനാണ് നബിയെ കരയുന്നത്? അങ്ങ് എന്തിനാണ് കരയുന്നത് നബിയെ? ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാരെ, എന്തിനാണ് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ എന്റെ മുഅ്മിനീങ്ങളെ? നിങ്ങളെന്റെ സഹോദരന്മാരല്ല, നിങ്ങളെന്റെ അനുചരന്മാരാണ്. ഞാൻ സഹോദരങ്ങളെന്ന് ഉദ്ദേശിച്ചത് എന്റെ പിൽക്കാലത്ത് വരാനുള്ള എന്നെ സ്നേഹിക്കുന്നവരാണ്. എത്ര കോടികൾ നഷ്ടപ്പെട്ടാലും, എത്ര മുതലുകൾ നഷ്ടപ്പെട്ടാലും, ജീവൻ തന്നെ അങ്ങ് നഷ്ടപ്പെട്ടാലും എന്നെ ഒന്ന് കാണണമെന്ന് കൊതിക്കുന്ന എന്റെ അനുയായികള്, എന്റെ പിൽക്കാലത്ത് വരാനുള്ള എന്റെ ഉമ്മത്തീങ്ങള്, അവരെ ഒന്ന് കാണണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ വഫാത്തിന്റെ 2 ദിവസം മുമ്പ് പൊട്ടിക്കരഞ്ഞെങ്കില് എന്റെ ഉമ്മമാരെ, ഈ കാവിളയിലുള്ള നമ്മളെ കുറിച്ചാണ് റസൂലുള്ളാഹി ആലോചിച്ചത്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ ആലോചിച്ചത്. ആലോചിച്ച് പൊട്ടിക്കരഞ്ഞത് നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്റെ ഉമ്മമാരെ, ആ ഹബീബിന് പകരമായി നൽകാതെ എന്റെയും നിങ്ങളുടെയും കയ്യിൽ സ്നേഹമുണ്ടോ? ആ ഹബീബിന് നൽകാനുള്ള സ്നേഹം നമ്മുടെ കയ്യിലുണ്ടോ? നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ആ ഹബീബ് നമ്മളെ സ്നേഹിച്ചതിന്റെ ഒരു